ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീക്കെൻഡിൽ ഞങ്ങൾ സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദുബായ് മാളിലാണ്. അപ്പോൾ ദുബായ് മാളാണ്. അങ്ങനെ കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാളും ഇവിടുത്തെ മാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ സിമിലാരിറ്റീസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ഓരോ ഭാഗത്തേക്ക് എത്തിപ്പെടാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല സ്പേസുള്ള മാളുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. എല്ലാതൊന്നും കവർ ചെയ്തിട്ടില്ല, കണ്ടതിലൊക്കെ വെച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ മാളിൽ കയറിയപ്പം തന്നെ നമ്മുടെ കസിൻ ബ്രോനെ നമുക്ക് അവിടെ നിന്ന് കിട്ടി, നമ്മുടെ അച്ചുവിനെ. അപ്പോൾ അവനെ കിട്ടിയപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി. കാരണം അവൻ നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറി ജസ്റ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ജോനൂസ് ക്യാമറ കണ്ട് ഹായ് ഒക്കെ വന്ന് പറയണേ. ഇതാണ് കേട്ടോ നമ്മളെ ചേട്ടനും ചേച്ചിയും. അപ്പോൾ എല്ലാവരും സെൽഫിയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയെന്ന്. അപ്പം വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. പിന്നെ ചേട്ടനായിട്ട് ഇങ്ങനെ പറയുന്നത് ഈ ഫോട്ടോ വീഡിയോ ആണ് എടുക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ മാളിൻ്റെ ഒരു മെയിൻ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതിൻ്റെ ആ ഒരു വാട്ടർഫോളൊക്കെ അത് നമ്മൾ അധികം നമ്മൾ ദുബായിലെ മിക്ക പിക്ചേഴ്സിലും നമ്മൾ ആ ഒരു വാട്ടർഫോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം നല്ല നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഒരു ഫോട്ടോ പോയിൻറ്റും കൂടിയാണ് അത്. നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ നടക്കായിരുന്നു ഞാൻ അവനും കൂടി. അപ്പോഴാണ് സെഫോറ സെഫോറ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കയറി. പിന്നെ നമ്മൾ ഇതിൻ്റെ മാളിൻ്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിഷ് ടാങ്കാണ്. എന്തോരം വെറൈറ്റി ഫിഷാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് എണ്ണിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല. എന്തോരം ഷാർക്ക്, റേസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് വെറൈറ്റി. അവനെന്തൊക്കെയോ പേര് പറയണ്ടേ, എനിക്ക് എല്ലാ ഫിഷിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതെന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വാക്കിങ്ങിൽ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനൊരു ഗെയിം സോൺ പോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കണ്ടു. ജസ്റ്റ് കുട്ടികൾക്കുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അങ്ങനെ അതെല്ലാവരും നമ്മൾ ജുനുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരം അതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. ഓരോ ഇങ്ങനെ പോർഷൻസ് ഇങ്ങനെ കിട്ടണതൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ ഇതാക്കി. അങ്ങനെ നമ്മൾ മാളെ ഏകദേശം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോവുകയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി. നല്ല എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നമുക്ക് അങ്ങനെ ക്രൗഡായിട്ടൊന്നും തോന്നില്ല. നല്ലൊരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു ഏരിയ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് പോകാം നല്ല, കാരണം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എല്ലാവർക്കും നല്ല വിശന്ന് തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് പോയി നമ്മൾ. അച്ചു എന്താണ് പരിപാടി? ബാക്കിയെല്ലാം മന്തിക്ക് ശേഷം. ഹായ് ജരു, എന്തിനാ ഇവിടെ വന്നിരുന്നേ? How was your soup, അച്ചു? ഒട്ടകത്തിന്റെ സൂപ്പ്. ഒട്ടകത്തിന്റെ സൂപ്പ് കുടിക്കുന്ന അനുസരിച്ച് അങ്ങനെ ലാസ്റ്റ് സംസം മന്തി. ബമി എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. ഒട്ടകത്തിന് സൂപ്പല്ലേ? ഒട്ടകത്തിന്റെ സൂപ്പായതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ മന്തിയും അതുപോലെ മട്ടൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ മന്തി എനിക്കായിരുന്നു കേട്ടോ, മട്ടൻ ഞാൻ കഴിക്കില്ല, ബാക്കി എല്ലാവരും മട്ടനാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുനാഫ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നാട്ടിലെ കുനാഫ് ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ശരിയായ കുനാഫ് എന്താണെന്നുള്ളത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും കുനാഫ് ട്രൈ ചെയ്തത് അടിപൊളിയായിട്ടുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ജുനുവിന് ഭയങ്കര ഇഷ്ടമാണ് കുനാഫ. അങ്ങനെ ആളിങ്ങനെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേലത്തെ ചോക്ലേറ്റും പിസ്താഷ്യം ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. അവനും നല്ലോണം ഇഷ്ടമായി കേട്ടോ. നാട്ടിലെ കുനാഫ എനിക്ക് തോന്നുന്നു നല്ലത് കിട്ടുന്ന സ്ഥലം ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാൻ കഴിച്ചതിൽ എനിക്ക് അത്ര വലിയ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. ഇവിടുത്തെ കുനാഫ വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ സംസമിലെ ഫുഡ് എങ്ങനെയുണ്ടായി അച്ചു? ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞേ. ഓ, എന്താണ് അച്ചുവിന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടമായത്? എനിക്ക് ഇവിടുത്തെ മെയിനായിട്ട് മട്ടൻ മന്തി. അതെല്ലാരും ട്രൈ ചെയ്യണം അല്ലേ? ഇപ്പം ഞാൻ പറയില്ല, കാരണം
ഡ്രൈവറെയും കൊണ്ട് വരണം. അതെന്തായാലും അച്ഛൻ പറഞ്ഞ ജെന്യൂനായിട്ടുള്ള റിവ്യൂ തന്നെയാണ് കേട്ടോ. നമ്മൾ അടിപൊളി നല്ല മന്തിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലക്കീമത്ത് എന്ന് പറഞ്ഞൊരു സ്വീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു അറബിക് സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പമൊക്കെ കഴിക്കണ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ യു എയിലെ വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഓൾ.